അപ്പോൾ പിന്നെ എല്ലാ വ്യൂവേഴ്സിനും ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു ഐറ്റംസൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചിക്കൻ സ്റ്റൂ ആണെന്ന്. അപ്പോൾ ഈ ചിക്കൻ സ്റ്റൂവിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഒരു 3 സവാള, 2 പൊട്ടറ്റോ, 2 ക്യാരറ്റ്, പിന്നെ കുറച്ച് ബീൻസ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിനകത്ത് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന്. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് ഞാൻ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കനും അത്യാവശ്യം കുഞ്ഞ് കഷ്ണമായിട്ടതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ അതേ നമ്മുടെ ക്യാരറ്റും ബീൻസും അതുപോലെ പൊട്ടറ്റോയും സവോളയും പച്ചമുളകും ഒക്കെ ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുപ്പിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ഏകദേശം നല്ല ചൂടാവുമ്പോഴത്തേനും ആസ് യൂഷ്വൽ നമ്മളൊരു 4 അല്ലെങ്കിൽ 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നമ്മൾ കടുകിടുന്നു. പിന്നെ എന്താണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ഇതിലേക്ക് ചേർക്കുന്നു. അതുപോലെ കറിവേപ്പില, ഈ ഫുൾ കറിവേപ്പില നമ്മളിപ്പോൾ ഇടേണ്ട, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് മൂത്ത് ഒരുപാട് അങ്ങ് ക്രിസ്പി ഒന്നും ആവേണ്ട, ഒന്ന് വാടിയാൽ മതി. അന്നേരം നമ്മൾ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ഈ പറഞ്ഞ കണക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വാടാനുള്ളൊരു ടൈം കൊടുക്കുക. അത് ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് സവോള ഇടാം. സവോള ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ. അതിങ്ങനെ ഒരുപാടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് സ്റ്റൂ ആയതുകൊണ്ട് ബാക്കി അതങ്ങ് കുക്കറിലെ പ്രഷറിലങ്ങ് വേവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒന്ന് ആയിക്കഴിയുമ്പോഴേക്കും ഈ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വരാനായിട്ട് 1 2 ടീസ്പൂൺ നമുക്കിപ്പോഴേ വേണമെങ്കിൽ ചേർക്കാം. ചിക്കൻ ഇട്ട ശേഷം നമ്മളതുപോലെ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് വാടാനായിട്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിലിപ്പം 1 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ ഒരു ഇത് നിൽക്കണം എന്നുണ്ടെങ്കിൽ 1.5 2 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്ന മസാലാസ് എന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് പൊടിയും ഗരം മസാലയും തന്നെയാണ്. ചിലരല്ലാതെ ഏലക്ക ചതച്ചതുപോലെ പട്ടയൊക്കെ ഇട്ട് കൊടുക്കും. ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ പൊടിച്ച് വീട്ടിലുണ്ടാക്കിയ ഗരം മസാല ആയതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ചേർക്കുന്നില്ല. ഓൾറെഡി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനും കൂടെ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ സ്റ്റൂ ആക്ച്വലി പിള്ളേർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഹെൽത്തി ഫുഡാണ്. കാരണം അല്ലാതെ വെജിറ്റബിൾ കറിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ചിക്കൻ്റെ കൂടെ ആകുമ്പം ഈ ക്യാരറ്റും ബീൻസും ഇതെല്ലാം അവർ കഴിച്ചോളും. പിന്നെ അത് അല്ലാതെ പൊട്ടറ്റോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കറിയാണ് ചിക്കൻ സ്റ്റൂ. വലിയ എരിവുമില്ല. അപ്പോൾ എല്ലാം ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം കേട്ടോ. ആ വെജിറ്റബിൾസും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. വഴറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമല്ല, നമുക്കെല്ലാം നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യാനുള്ളൊരു ഇതിലാണ് ഇളക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കുക്കർ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഒരു 3 4 അല്ലെങ്കിൽ ഒരു 5 പ്രഷർ വരെയൊക്കെ ആവാം കേട്ടോ, കാരണം ഓരോരുത്തരുടെ കുക്കറിന് ഓരോ കണക്കാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ എടുക്കുന്ന പരിപാടിയാണ്. 1/2 മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്ന് വെള്ളത്തിൽ കലക്കി ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രഷർ വരുന്ന ഒരു ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും കൂടെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സ്റ്റൂ എന്ന് പറയുമ്പോഴേ ആദ്യമേ നമ്മുടെ മനസ്സിൽ വരുന്ന ഐറ്റം അപ്പമായിരിക്കും. അപ്പവും ചിക്കൻ സ്റ്റൂവും പണ്ട് തൊട്ടേ ആരോ കണ്ടുപിടിച്ചൊരു കോമ്പിനേഷനാണ്, അടിപൊളിയാണ്. അപ്പം ഉണ്ടാക്കുന്ന ഒരു പുതുമയല്ല എങ്കിലും ആർക്കെങ്കിലും അപ്പം മാവിൻ്റെ റെസിപ്പി അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാനത് അടുത്ത വീഡിയോയിൽ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പമൊക്കെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ അപ്പം എന്ന് പറയുമ്പോൾ നല്ല നെറ്റ് പോലെ ആ സൈഡൊക്കെ ഇങ്ങനെ വരണം, അപ്പോഴേ അപ്പത്തിൻ്റെ ആ ഒരു ഭംഗിയും അതുപോലെ കഴിക്കാനും ഒക്കെ നല്ല രസമുണ്ടായിരിക്കും. ചിലർ അപ്പം ചുടുമ്പോൾ ഇച്ചിരി കട്ടിക്കായിരിക്കും, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു നെറ്റ് പോലെ വരണം കേട്ടോ, ഈ സൈഡൊക്കെ, അതാണ് എനിക്കിഷ്ടം. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റൂവിലേക്ക് പോവാം. സ്റ്റൂ ഇവിടെ ഏകദേശം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് നല്ലൊരു കോമ്പിനേഷനായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാലൊഴിച്ചിട്ടുണ്ട്. ചിലരൊക്കെ 1-ാം പാൽ 2-ാം പാലൊക്കെ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം കൂടെ ചേർത്ത് ഒറ്റ പാലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എളുപ്പത്തിന് വെക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തിരിക്കുന്നത്.
നമ്മൾ കുറച്ചുകൂടി ഒരു വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാലെടുത്ത് പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ആ ഒരു ചാറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ആ ഒരു കോൺഫ്ലോർ കലക്കി വെച്ചതും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. ചിലർ മൈദ കലക്കി ചേർക്കും, നമ്മളിവിടെ കോൺഫ്ലോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറിക്ക് ഒരു ചെറിയൊന്ന് കുറുകിയതായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏകദേശം നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ ഫൈനൽ പരിപാടി എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില, മല്ലിയില. അപ്പോൾ ഇത് മല്ലിയില ഇല്ലാതെ ഒരിക്കലും ഒരു സ്റ്റൂ ഒരു കംപ്ലീഷനിൽ എത്തില്ല. അപ്പം നല്ല മല്ലിയിലയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ഇളക്കിയ ശേഷം നിങ്ങൾക്ക് പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 2 തൊട്ട് 3 ടീസ്പൂൺ വരെ ഉപ്പൊക്കെ ചേർത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എപ്പോഴും സ്റ്റൂവിന് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റ്. കാരണം ഓൾറെഡി തേങ്ങാപ്പാലും ആ കോക്കനട്ടിൻ്റെ ഫ്ലേവറൊക്കെ വരാൻ വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അപ്പവും ചിക്കൻ സ്റ്റൂവും ഇവിടെ റെഡിയാണ്. നമ്മൾ സാധാരണ സൺഡേസിൽ ഒക്കെയാണ് ഉണ്ടാക്കുന്നത്, ഒന്നെങ്കിൽ അപ്പവും ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ മുട്ടക്കറി. അപ്പോൾ അതായിരിക്കും നമ്മുടെ അപ്പത്തിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ ജാനൂട്ടി കഴിച്ചിട്ട് ഒരു ലവ് ഒക്കെ എനിക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ, അവൾക്ക് ഇഷ്ടമായി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം ആയിരിക്കും. എന്നാലും നമ്മൾ ഉണ്ടാക്കിയത് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അറിയാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.